ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ രാവിലെ ഇച്ചിരി മീൻ മേടിച്ചു. ആ മീന് കറി വെക്കുന്ന കാര്യത്തെ കുറിച്ച് എങ്ങനെ ചിന്തിച്ചപ്പോൾ ശരി, ഞാൻ ട്രിവാൻഡ്രം സ്റ്റൈലിലെ പോലെ ഇച്ചിരി തേങ്ങ അരച്ച് മീൻ കറി വെക്കാം എന്ന് വിചാരിച്ചു. അത് ഞാൻ നിങ്ങളെയും കാണിക്കാം. ഓക്കെ, അതിനാവശ്യമായിട്ട് ആദ്യം 1 കപ്പ് തേങ്ങ. ഈ തേങ്ങ നന്നായിട്ട് അരയ്ക്കണം. തേങ്ങയുടെ കൂടെ ഈ തേങ്ങ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി. ഇവിടെ എരിവ് ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് എരിവുള്ള മുളക് പൊടിയെ എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ചൊരു ഉലുവാപ്പൊടി, പിന്നെ ഒരു ശകലം മഞ്ഞൾപ്പൊടി, പിന്നെ ഈ തേങ്ങയുടെ കൂടെ ഈ ചെറിയ ഉള്ളി ഒരു 2-3, ഇത് തീരെ ചെറുതാണ്, അതുകൊണ്ട് വലുതാണ് ഒരു 2-3, ഇത് ഒരു 3-4 എണ്ണം ഉണ്ട്, 5-6 എണ്ണം ഉണ്ട് ചെറിയ ഉള്ളി. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഈ മീൻ കറിയിൽ ഇടാനുള്ളതാണ് ഈ മുളക് ഞാൻ വേറെങ്ങും കണ്ടിട്ടില്ല. ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ അവിടെങ്ങും കണ്ടിട്ടില്ല, ഞങ്ങളുടെ ദേശത്തെങ്ങും കണ്ടിട്ടില്ല. ഇത് ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ ഇത് നല്ല മണമാണ്. ഈ മുളക് ഇട്ടാൽ മീൻ കറിക്ക് ഒരു നല്ല മണവും നല്ല എരിവും ഒക്കെയുള്ള ഒരു മുളകാണ്. ഇത് ട്രിവാൻഡ്രത്ത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, വേറെങ്ങും ഞാൻ കണ്ടിട്ടില്ല. ഈ മുളക് ഇത് നമ്മുടെ സാധാരണ മുളകാണ്, നമ്മൾ വീട്ടിലൊക്കെ വാങ്ങിക്കുന്നത്. പക്ഷേ ഇത് ട്രിവാൻഡ്രത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത്രയും മുളക് ഇട്ടാലും നല്ല എരിവ് വരും. ഈ മുളക് ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട്. പിന്നെ ഇച്ചിരി കറിവേപ്പില, പിന്നെ മീനിന് ആവശ്യമായ ഉപ്പ്, പിന്നെ ഒരു മുരിങ്ങയ്ക്ക. ഇത് ആക്ച്വലി ഞാൻ തന്നെ നട്ട മുരിങ്ങയെന്ന് പറിച്ച മുരിങ്ങയ്ക്കയാണ്. ഇത് നല്ല വലുതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഇത് അത്ര മുറ്റിപ്പോയതൊന്നുമല്ല, ഇത് കറക്റ്റായിരിക്കും. ഞാൻ തന്നെ എൻ്റെ ബാക്ക് യാർഡിൽ നട്ട് അതിൽ നിന്ന് ഞാൻ പറിച്ച ഒരു മുരിങ്ങയ്ക്കയാണ്. ആക്ച്വലി നമ്മൾ തന്നെ പറിക്കുന്ന മുരിങ്ങയ്ക്കൊക്കെ വെച്ച് കറിയൊക്കെ വെക്കാൻ ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, ഞാൻ ഇതെല്ലാം ഇനി അരച്ചോണ്ട് വരാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ തേങ്ങ അതിലോട്ടിട്ടു. 1 കപ്പ് തേങ്ങ, ചെറിയ ഉള്ളി 2-3 അതിട്ടു. അടുത്ത് നമ്മുടെ കാശ്മീരി മുളക് പൊടി, പിന്നെ എരിവുള്ള മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ചേർന്ന് ഒരിച്ചിരി കുറച്ച് വെള്ളം, ഒത്തിരി വെള്ളം ഒഴിക്കല്ലോ, ഒരാവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരയ്ക്കണം. ഓക്കെ, ഞാൻ ഈ തേങ്ങ ഇങ്ങനെ നന്നായിട്ട് അരച്ചു. തേങ്ങ ഇങ്ങനെ അരച്ചു വെച്ചു. പിന്നെ ഞാൻ കാണിച്ചില്ലേ മുരിങ്ങയ്ക്ക, അതിങ്ങനെ 2ആയിട്ട് കീറി എല്ലാം ഇങ്ങനെ 2ആയിട്ട് എടുത്തു വെച്ചു. ട്രിവാൻഡ്രത്ത് ഇങ്ങനെ മുരിങ്ങയ്ക്കായിട്ട് മീൻ കറി വെക്കാറുണ്ട്. പുളി ഞാൻ കുറച്ച് പുളി എടുത്ത് നന്നായിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ പിഴിപുളിയാണ് എടുത്തേക്കുന്നത്. ഓക്കെ, ട്രിവാൻഡ്രത്ത് ഇങ്ങനെ മുരിങ്ങയ്ക്കായിട്ടും മാങ്ങായിട്ടും ഒക്കെ മീൻ കറി വെക്കാറുണ്ട്. ഇന്ന് ഞാൻ മുരിങ്ങയ്ക്കായിട്ടാണ് വെക്കുന്നത്. പിന്നെ മുളക് ഞാൻ പറഞ്ഞല്ലോ, നല്ല മണമുള്ള മുളകാണെന്ന്. ആ മുളക് ഞാൻ ഇങ്ങനെ കീറി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. ഓക്കെ, ഞാൻ അതിനായിട്ട് ഒരു 1/2 കിലോ മീൻ വാങ്ങിച്ചിട്ടുണ്ട്. 1/2 കിലോ മീന്. അതിനാവശ്യമായിട്ട് ഞാൻ ഉപ്പ്, ഫസ്റ്റ് ഇത്ര ഉപ്പ്. ഞാൻ മാക്സിമം കല്ലുപ്പാണ് ചേർക്കുന്നത്. ഞാൻ കല്ലുപ്പാണ് അധികം ചേർക്കുന്നത്, മറ്റേ ഉപ്പ് ഞാൻ അധികം ചേർക്കാറില്ല. വേറെ ഓപ്ഷൻ ഇല്ലാത്തടത്ത് മാത്രമേ ഞാൻ പൊടിയുപ്പ് ചേർക്കാറുള്ളൂ. ഓക്കെ, പിന്നെ ഞാൻ ഈ തേങ്ങ അരച്ചത് അതിലൊഴിച്ച് മിക്സ് ചെയ്യുന്നു. പിന്നെ അടുത്തത് ഞാൻ മുരിങ്ങയ്ക്ക അതിലോട്ട് മിക്സ് ചെയ്യുക. മുരിങ്ങയ്ക്കായിട്ട് മുളകും അരിഞ്ഞു വെച്ച മുളകും, അത് കഴിഞ്ഞ് ഞാൻ ഈ കറിവേപ്പിലയിട്ട്, പിന്നെ കുറച്ച് പുളി നമ്മൾ ഒഴിച്ച് ടേസ്റ്റ് നോക്കിയേ എടുക്കാവൂ. ഇപ്പം ഞാൻ കുറച്ച് പുളി ഒഴിച്ചു. പിന്നെ നമ്മൾ തിളയ്ക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് നോക്കുമല്ലോ, അങ്ങനെ ടേസ്റ്റ് നോക്കണം. ഇനി അതിലോട്ട് കുറച്ച് വെള്ളം, ആവശ്യത്തിന് വെള്ളം, ഒത്തിരി വെള്ളം വേണമെന്നല്ല, നമുക്ക് എത്ര വേണം, കറി എത്രയും വേണം നമുക്കൊരു ചിന്തയുണ്ടല്ലോ, അതനുസരിച്ചുള്ള വെള്ളം നമ്മൾ ചേർക്കണം. അത്രയും വെള്ളം പോരാ, കുറച്ച് വെള്ളം കൂടെ. ഞാൻ മീൻ വെക്കാനായിട്ട് മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഗ്യാസിൽ വെക്കാവുന്ന മൺചട്ടി ഞാൻ നാട്ടിൽ വരുമ്പോൾ വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ മാക്സിമം മീൻ കറിക്കെല്ലാം ഞാൻ ഉപയോഗിക്കുന്നത്, മൺചട്ടിയാണ്. ഓക്കെ, അങ്ങനെ കുറച്ച് തിളച്ച് വന്നു. അപ്പം വെള്ളം കുറവായിരുന്നു, ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു. പിന്നെ ഇനിയും തിളയ്ക്കാറായി. ഇതിനകത്ത് ഞാൻ ടൊമാറ്റോ ഇടുന്നു, ഒരു 2 ടൊമാറ്റോ.
2 ടൊമാറ്റോ ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ സ്ലൈസ് ആയിട്ട് അരിഞ്ഞ പീസാണ്. ഇതിനകത്തോട്ട് ഞാൻ ടൊമാറ്റോ ഇടുന്നു. ഓക്കെ, ഇനി ഇത് കുറച്ച് നേരം നന്നായിട്ട് വേകാനായിട്ട് വെക്കണം. അങ്ങനെ നമ്മുടെ മീൻകറി റെഡി. ആ മുരിങ്ങയ്ക്കൊക്കെ നന്നായിട്ട് വെന്തു, ആ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത്, മീനൊക്കെ നന്നായിട്ട് വെന്തണ്ട. ഈ പരുവത്തിൽ ഇത് ഓഫ് ചെയ്യണം. ഓക്കെ, ഞാനങ്ങനെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനിയും നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.